അങ്ങനെ മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാനുള്ള നടപടിയിലേക്ക് കലാമണ്ഡലം കടക്കുകയാണ്. ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് VC ഡോക്ടർ അനന്തകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കേരള കലാമണ്ഡലത്തിൽ കാലങ്ങളായി ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടത്തിന് പ്രവേശനം ഇല്ല എന്ന മാതൃഭൂമി ന്യൂസ് വാർത്ത ഇന്നലെ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, കഴിഞ്ഞ ദിവസം RLV രാമകൃഷ്ണൻ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇതാ ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കലാമണ്ഡലം കടക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലിഷോയ്? അതായത് കലാമണ്ഡലത്തിൽ നൃത്ത വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്ക് അവിടെ പ്രവേശനം ലഭ്യമായിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഇനി മുതൽ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയാണ് കലാമണ്ഡലം. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പല വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ നൽകിയത്. അതിനോടൊപ്പം തന്നെ കലാമണ്ഡലത്തിലെ മുൻ രജിസ്ട്രാർ ഉൾപ്പെടെയാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇക്കാര്യങ്ങൾ ഇനിയെങ്കിലും ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഭരണസമിതി യോഗം ചേരുകയാണ്. ഭരണസമിതി യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ കാര്യം പ്രധാനമായും ചർച്ച ചെയ്യുമെന്നാണ് നിലവിൽ കലാമണ്ഡലം VC ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്. 11 മണിക്കാണ് കലാമണ്ഡലത്തിൽ ഇന്ന് ഭരണസമിതി യോഗം നടക്കുന്നത്. ആ ഭരണസമിതി യോഗത്തിൽ ഈ ആൺകുട്ടികൾക്ക് കലാമണ്ഡലത്തിലേക്ക് പ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കലാമണ്ഡലത്തിലേക്ക് കലാമണ്ഡലത്തിലേക്കല്ല, അതായത് മോഹിനിയാട്ടം വിഭാഗത്തിലേക്ക് ഉൾപ്പെടെ കലാമണ്ഡലത്തിൽ അഡ്മിഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് നടക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല ഒരു തീരുമാനം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ലിംഗസമത്വം എന്നുള്ളത് കലാമണ്ഡലം എല്ലാ കാലത്തും നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് VC വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ലിഷോ, ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ ഇന്നിപ്പോൾ ചേരുന്ന ഈ യോഗം എപ്പോഴായിരിക്കും ചേരുക? ഈ മറ്റംഗങ്ങൾ, ഇപ്പോൾ VCയുടെ പ്രതികരണം, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോൾ വാർത്തയിലൂടെ അറിയുന്നതാണ്. മറ്റ് അംഗങ്ങൾക്കുമൊക്കെ ഇതേ സമാനമായ നിലപാടാണോ? അങ്ങനെ ഒരു ഏക സ്വരത്തിലേക്ക് എത്തിയതിനു ശേഷമാണോ കലാമണ്ഡലം ഈ ഒരു ചരിത്രപരമായ നടപടിയിലേക്ക് നീങ്ങുന്നത്? തീർച്ചയായും ഇത് സംബന്ധിച്ച് കലാമണ്ഡലം ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും തീരുമാനങ്ങൾ കേട്ട ശേഷം, നിലപാടുകൾ കേട്ട ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോഴും ഇന്നിപ്പോൾ VC പറഞ്ഞത് ഒരു രേഖാമൂലമുള്ള ഒരു നിലപാട് ഇന്ന് കലാമണ്ഡലത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റ് ഭരണസമിതി അംഗങ്ങളുടെ നിലപാടുകൾ കൂടി ഇന്ന് അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഭൂരിഭാഗം പേർക്കും കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം വിഭാഗത്തിന് ഉൾപ്പെടെ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകണം എന്നൊരു നിലപാട് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാർ നോമിനികളായ 4 പേർ ഇന്ന്, നീന പ്രസാദ് ഉൾപ്പെടെയുള്ള 4 പേർ ഇന്ന് ചുമതലയേൽക്കും. അതിനുശേഷമായിരിക്കും ഈ ഭരണസമിതി യോഗം നടക്കുക. ശരി ലിഷോ, അങ്ങനെ വിവേചനമില്ലാതെ മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. നമ്മൾ VC ഡോക്ടർ അനന്തകൃഷ്ണന്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹത്തിനെ ഫോണിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് കലാമണ്ഡലം കടക്കുകയാണ്. ഇനി ആൺകുട്ടികൾക്കും കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് പ്രവേശനം ലഭിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം കലാമണ്ഡലം പുറപ്പെടുവിക്കുക. MS ലിഷയാണ് വിവരങ്ങൾ നൽകിയത്.